ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുള്ളത് കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനത്ത് കാടിന്റെ ഉള്ളില് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നെന്ന് അറിഞ്ഞു. അപ്പൊ പിന്നെ ആ കൊട്ടാരം കാണാണ്ട് പോകുന്നത് മോശമല്ലേ? അപ്പൊ ഞങ്ങൾ ആ കൊട്ടാരം കാണാൻ വേണ്ടി രാവിലെ തന്നെ യാത്ര തുടങ്ങി. അപ്പൊ വഴിയൊന്നും ഒരു വലിയ നിശ്ചയമൊന്നും ഇല്ല. അപ്പൊ വഴി ചോദിച്ച് ചോദിച്ച് പോകാം എന്ന് കരുതിയാണ് ഇറങ്ങി തിരിച്ചത്. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു മനുഷ്യനെയോ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ കാണാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ മൊബൈലിൽ റേഞ്ച് ഉണ്ട്. പിന്നെ ഗൂഗിൾ അമ്മച്ചിയുടെ സഹായത്തോടു കൂടി ഞങ്ങൾ യാത്ര ആരംഭിച്ചു. കോടമഞ്ഞ് മൂടിയ കാട്ടുപാതയിലൂടെയാണ് യാത്ര. കൂറ്റൻ മരങ്ങൾക്ക് നടുവിൽ കൗതുകവും ദുരൂഹവുമായ നാലുകെട്ടുകളും ഇടവഴികളും വലിയ മുറികളും നിറഞ്ഞ വലിയൊരു കൊട്ടാരത്തിലേക്കാണ് യാത്ര. കുട്ടിക്കാനത്തുള്ള അമ്മച്ചി കൊട്ടാരത്തിലേക്ക്. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തി. ഇതാണ് കൊട്ടാരത്തിന്റെ ഫ്രണ്ടേജ് കവാടം. അപ്പൊ കവാടമൊക്കെ ഇപ്പൊ ആകെ നശിച്ചെടുക്കും കേട്ടോ. നിങ്ങൾക്ക് കാഴ്ചയെ കാണാം. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് കുട്ടിക്കാനത്തെ അമ്മച്ചി കൊട്ടാരത്തിലാണ്. അപ്പൊ അമ്മച്ചി കൊട്ടാരത്തിൽ നമ്മൾ കയറി കാടിനുള്ളിലൂടെ കയറി വന്ന് കഴിയുമ്പോൾ കാണുന്ന ഒരു തുളസി തറയാണിത്. അപ്പൊ ഈ അമ്മച്ചി കൊട്ടാരത്തിലേക്ക് കയറി പോകാൻ രണ്ട് വഴികളുണ്ട്. ഇവിടെ ഒരു സ്റ്റെപ്പ് വഴി, കാടിന്റെ ഉള്ളാണ്, ഇപ്പൊ മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ്. അതിന്റെ ഉള്ളിലേക്കൂടെ ഒരു സ്റ്റെപ്പ് വഴിയുണ്ട്. പിന്നെ ഒരു വഴി ആ സൈഡിൽ കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ സ്റ്റെപ്പ് വഴിയുള്ള വഴി കയറി ചെന്ന് നോക്കാം. ഇത് സ്റ്റെപ്പ് വഴിയാണിത്. ഇത് കൊട്ടാരത്തിന്റെ ബാക്ക് സൈഡിലേക്കാണ് ചെന്ന് കയറുന്നത് എന്നാണ് പറഞ്ഞത്. കൊട്ടാരത്തിന്റെ ഈ വഴിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്ന് വെച്ചാൽ ഫുള്ള് കാടൊക്കെ കയറി കിടക്കുന്നു. പിന്നെ പ്ലാസ്റ്റിക് കുപ്പികളും മദ്യക്കുപ്പികളും അതിന്റെ ചില്ലുകള് ഇതൊക്കെ ഈ പോകുന്ന വഴിക്കൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം വരുന്നവരൊക്കെ സൂക്ഷിച്ചു വരിക. ഇഴജന്തുക്കളൊക്കെ കണ്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പൊ നമ്മൾ ചെന്ന് കയറുന്നത് അമ്മച്ചി കൊട്ടാരത്തിന്റെ ഒരു സൈഡിലേക്കാണ്, ഫ്രണ്ടിലല്ല. പല സിനിമയിലും കണ്ടിട്ടുള്ള കൊട്ടാരത്തിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പൊ ഇവിടെ ഒരു വയസ്സായ വ്യക്തി മാത്രമാണ് ഉള്ളൂ. ഇപ്പൊ ഈ കൊട്ടാരം പ്രൈവറ്റ് പാർട്ടിയുടെ കയ്യിലായതുകൊണ്ട് അവര് വല്ലതും മേൽനോട്ടത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തിയാവാനാണ് ചാൻസ്. അദ്ദേഹത്തിന്റെ മൂഡ് പോലെയൊക്കെയാണ് നമ്മൾ അകത്ത് കയറ്റി കാണാൻ അനുവദിക്കുകയുള്ളൂ. നമ്മൾ ചായ കുടിക്കാനൊക്കെ ഒരു 50-100 കൊടുത്താൽ അദ്ദേഹം കയറ്റി വിടും. കൊട്ടാരത്തിന്റെ ഉള്ളിലെ കുറച്ച് ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരും അദ്ദേഹം. ഇവിടെ കുറച്ച് പഴയകാല ഡ്രിങ്ക് പെട്ടികൾ അടക്കി വെച്ചിട്ടുണ്ട്. ഈ കൊട്ടാരത്തില് 3 ബെഡ്റൂംസ് ആണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ബെഡ്റൂംസ് റാണിമാരുടെ തോഴിമാരുടെ ബെഡ്റൂംസ് ആണ്. അതായത് അമ്മച്ചിമാരുടെ തോഴിമാരുടെ ബെഡ്റൂംസ് ആണിത്. അതിന്റെ സീലിംഗ് ഒക്കെ ഫുള്ള് നല്ല തടിയും കൊണ്ട് പാനൽ ചെയ്തേക്കുവാണ്. ഇതൊരു റൂമാണ്.
പക്ഷേ അതിൽ പഴയ സാധനങ്ങൾ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ റൂം കൊട്ടാരത്തിലെ എന്റർടൈൻമെന്റ് ഹാള് എന്നാണ് പറഞ്ഞത്. കൊട്ടാര നർത്തകരുടെ നൃത്തങ്ങളൊക്കെ നടന്ന ഹാള്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കൊട്ടാരം എന്ന പേര് മാത്രമുള്ളൂ. കൊട്ടാരം ശരിക്കും ജീർണാവസ്ഥയിലാണ്. പുറത്തൊക്കെ ആകെ കാട് കയറി മേഞ്ഞു കിടക്കുവാണ്. അകത്തേക്ക് കയറിയാൽ കൊട്ടാരം പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് മേൽക്കൂരയൊക്കെ പല സ്ഥലത്തും ഇല്ലാത്ത അവസ്ഥയാണ്. സത്യം ബ്രിട്ടീഷുകാരൊക്കെ പണിത് കൊണ്ടാണ് ഇത്ര നാളെങ്കിലും ഈ കൊട്ടാരം നിലനിന്നത്. ഈ കൊട്ടാരത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കൊട്ടാരത്തിൽ 2 ഭൂഗർഭ അറകളുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അത് രണ്ടും ഇപ്പോൾ നിലവിൽ അടച്ചിരിക്കുകയാണ്. അതിലൊന്ന് ഒരു ഭൂഗർഭ അറ കൊട്ടാരത്തിലെ സേവകർക്ക് കൊട്ടാരത്തിലെ പല വഴി ആവശ്യങ്ങൾക്ക് പോകാൻ വേണ്ടിയുള്ളതായിരുന്നു. മറ്റൊന്ന് പീരുമേടുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെന്നെത്താൻ വേണ്ടിയുള്ള ഒരു ഭൂഗർഭ അറയായിരുന്നു. അത് രണ്ടും ഇപ്പോൾ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഈ വഴി അങ്ങ് ഇറങ്ങി ചെന്നപ്പോഴാണ് ശരിക്കും നമ്മളൊരു കൊട്ടാരത്തിൽ ചെന്നതിന്റെ ഫീൽ ഉണ്ടായത്. ഈ വഴി അങ്ങ് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു ഇരുട്ട് ഏരിയയിലേക്കാണ് ചെന്നെത്തുന്നത്. ശരിക്കും ഉള്ളിലൊക്കെ ഒരു ഭയമൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ഹൊറർ ഫീലിംഗ് ഒക്കെ കിട്ടിയത് അവിടെ ചെന്നപ്പോഴാണ്. ഇപ്പോൾ ജീർണാവസ്ഥയിലാണെങ്കിലും അന്നത്തെ കാലത്ത് നല്ല പ്രൗഢിയിലുണ്ടായിരുന്ന കൊട്ടാരമായിരിക്കാം ഇത്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു കൊട്ടാരത്തിന്റെ ഫീലിംഗ്. മാർബിളിൽ തീർത്ത വാഷ് ബേസിൻ മാത്രമാണ് ആകെയുള്ള കൊട്ടാരത്തിലെ ശേഷിപ്പ് ഇന്നിപ്പോൾ കാണാനുള്ളത്. കൊട്ടാരത്തിലെ ഡൈനിങ് ഏരിയയും അടുക്കളയൊക്കെ ഈ ഏരിയയിലായിരുന്നു കേട്ടോ. അന്നത്തെ കാലത്തെ രാജാക്കന്മാരുടെ ആ ഓറില് ആട്ടുകല്ല് അതുപോലെ തന്നെ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിന്റെയും കെട്ടിടത്തിന്റെ ഒക്കെ റൂഫൊക്കെ കണ്ടില്ലേ, ഒന്നും സംരക്ഷിക്കുന്നില്ല. എല്ലാം വൃത്തികേടായിട്ട് കിടക്കുവാണ്. മൊത്തം പേടിയാവും നമുക്ക് ഇതിലെ നടക്കാൻ തന്നെ. വല്ല പാമ്പോ എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവും തോന്നും. കാരണം ഇവിടെ വന്നപ്പോൾ ഇച്ചിരി വെളിച്ചം കാണുന്നത്. ബാക്കി ശരിക്കും എന്തോ നിഗൂഢതകളൊക്കെ നിറഞ്ഞ കൊട്ടാരം തന്നെയാണ് ശരിക്കും പറഞ്ഞ. ഈ കൊട്ടാരം പണിതിരിക്കുന്നത് നമ്മള് കുട്ടിക്കാനത്ത് നമ്മളെ പള്ളിയിൽ പോയില്ലേ, ആ JD മാൻറോയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് സുക്കറിൻ എന്ന വസ്തു ഉപയോഗിച്ചാണ്. അപ്പൊ ഇത് രാജാക്കന്മാരുടെ ഒരു വേനൽക്കാല വേനൽക്കാല വസതിയായിരുന്നു ഇത്. ശരിക്കും ഈ അമ്മച്ചി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് 25 ഏക്കർ സ്ഥലത്തിന് സെൻട്രലായിട്ടാണ് ഈ അമ്മച്ചി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഇത് ചങ്ങനാശ്ശേരി രാജാവിന്റെ കീഴിലുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. 18-ാം നൂറ്റാണ്ടിലെ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് ഇത് ചങ്ങനാശ്ശേരി രാജാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തോടുകൂടിയാണ് രാജാവിന്റെ അധീനതയിലായത്. അങ്ങനെ ഇത് അമ്മച്ചി കൊട്ടാരം എന്ന് വിളിക്കാൻ കാരണം ഇത് ഇവരുടെ ഒരു വേനൽ വസതികാല കൊട്ടാരമായിരുന്നു. കാരണം ചൂട് കാലത്തൊക്കെ അവർ ഇവിടെ ആയിരുന്നു വന്നിരുന്ന് ഭരണം നടത്തിക്കൊണ്ടിരുന്നതൊക്കെ. അപ്പൊ അങ്ങനെ അവര് വേനൽ വസതി ആയതുകൊണ്ട് അവരുടെ റാണിമാരൊക്കെ ഇവിടെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അവരുടെ ഈ രാജാക്കന്മാരുടെ റാണിമാരെ വിളിച്ചിരിക്കുന്ന അന്ന് ഇവര് ബഹുമാനപൂർവ്വം വിളിച്ചുകൊണ്ടിരുന്നത് അമ്മച്ചിമാർ എന്നായിരുന്നു. അങ്ങനെയാണ് ഇതിന് അമ്മച്ചി വാണ കൊട്ടാരം, അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്നത്. ഇനി വളർന്നു വരുന്ന തലമുറകൾക്കൊക്കെ വേണ്ടി ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഈ കൊട്ടാരമൊക്കെ സംരക്ഷിച്ചു പോരേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കൊട്ടാരത്തിന്റെ അവസ്ഥ നിലം പതിക്കാറായി നിൽക്കുന്ന ഒരു കൊട്ടാരത്തിന്റെ അവസ്ഥയാണ്.
ശവപ്പെട്ടി കണ്ട് ആരും പേടിക്കണ്ട. ഇത് സിനിമാക്കാരുടെ ഒരു പ്രധാന ലൊക്കേഷൻ സെന്റർ ആണ് ഈ അമ്മച്ചി കൊട്ടാരം. ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൈലറ്റ്സ്, ഇന്ദ്രിയം, ഹൊറർ ഫിലിംസ് ആണ് കൂടുതൽ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പൈലറ്റ്സ്, ഇന്ദ്രിയം, പിന്നെ അതുപോലെ ഫഹദ് ഫാസിലിന്റെ കാർബൺ, മോഹൻലാലിന്റെ ലൂസിഫർ, പിന്നെ സമ്മറിൻ പാലസ്, അങ്ങനെ കുറെ പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷനാണ് ഈ അമ്മച്ചി കൊട്ടാരം. പിന്നെ ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിരിക്കുന്നത് JD മാൻട്രോയ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുതിരയുടെ കബറിടവും നമ്മൾ പോയി കണ്ടു. അപ്പൊ ഈ കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉള്ളില് നല്ല തണുപ്പാണ്. ഇവിടത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പുറത്ത് ചൂട് കൂടുമ്പോൾ ഉള്ളില് നല്ല തണുപ്പ് കൂടും. എന്ന് വെച്ചാൽ പുറത്ത് ചൂട് കൂടുന്തോറും ഉള്ളില് ക്ലൈമറ്റ് തണുപ്പായിരിക്കും, നല്ല തണുപ്പ് കൂടും. അങ്ങനെയാണ് ഇതിന് സമ്മറിൻ പാലസ് എന്ന് പറഞ്ഞ് അവര് വിളിച്ചത്. കാരണം ഇത് നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകതരം മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. സുക്കറിൻ, നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഈ മെറ്റീരിയൽ ആണ്, സുക്കറിൻ. ഉപയോഗിച്ച സുക്കറിനിൽ അടങ്ങിയിരുന്ന വസ്തുക്കൾ എന്ന് വെച്ചാൽ എല്ലുപൊടി, കുമ്മായം, മുട്ടയുടെ വെള്ള, ശർക്കര, വരാലിന്റെ നെയ്യ്, കുളമാവിന്റെ ഇല, കരിമ്പിൻ ജ്യൂസ്, ഇത്രയും ഐറ്റംസ് ആണ്. കൊട്ടാരത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഈ ഡിസൈൻ ഒക്കെ ശരിക്കും ഒറിജിനൽ അല്ല. അതൊക്കെ സിനിമാക്കാരുടെ പ്രോപ്പർട്ടീസ് ആണ്. ലൊക്കേഷനിൽ കൊട്ടാരത്തിന്റെ ഒരു ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ കൊടുത്തിരിക്കുന്ന ഇത് ശരിക്കും ഒരു തെർമോകോൾ ആണ്. ഈ കൊട്ടാരത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്ന വേറൊരു മെയിൻ കേന്ദ്രമാണ് ഈ നടുമുറ്റം. നല്ല വലിയൊരു നടുമുറ്റമാണ് കേട്ടോ. കുറെ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മഴയൊക്കെ പെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണുവാൻ, മഴവെള്ളം വന്ന് ചാടുന്നതൊക്കെ കാണാൻ. ഈ നിൽക്കുന്ന ചേട്ടനാണ് ഇപ്പോഴത്തെ കൊട്ടാര സൂക്ഷിപ്പുകാരൻ. ഒരു റൂമിനുള്ളില് ചേട്ടൻ ഒരു പട്ടീനെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കിടന്ന് നല്ല കുര വരയ്ക്കുന്നുണ്ട്. അസംബ്ലി ഹാൾ അല്ലേ? ഇത് ശരിക്കും അസംബ്ലി ഹാളാണ്, അസംബ്ലി ഹാള്. ഈ കൊട്ടാരം ശരിക്കും പണി കഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത്. 1885 മുതൽ 1924 വരെ അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചിരുന്നു. കാട്ടിലൂടെയുള്ള യാത്രയും നായാട്ടും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഈ ശ്രീമൂലം തിരുനാള്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു താൽക്കാലിക വസതിയായിട്ടാണ് ആദ്യം ഇത് തിരഞ്ഞെടുത്തത്. പിന്നീടാണ് ഇതൊരു വേനൽക്കാല വസതിയായി മാറിയത്. 1924 അദ്ദേഹത്തിന്റെ മരണശേഷം തിരുവിതാംകൂറിന്റെ റീജന്റ് റാണി സേതു ലക്ഷ്മിബായി ഭരണം തുടങ്ങി. അന്ന് രാജാവാകേണ്ടിരുന്നത് ശ്രീ ചിത്ര തിരുനാൾ രാജാവായിരുന്നു. അദ്ദേഹത്തിന് 12 വയസ്സ് മാത്രമായതുകൊണ്ടാണ് സേതു ലക്ഷ്മിബായി ഭരണമേറ്റത്. ഈ കാടിന്റെ ഉള്ളിലുള്ള ഈ കൊട്ടാരം അന്നത്തെ കാലത്ത് പണി കഴിപ്പിക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ അവരെത്തിച്ചത് കാട്ടിലൂടെ റോപ്പ് വേ മാർഗത്തിലൂടെയായിരുന്നു. ലൂസിഫർ സിനിമയിലൊക്കെ സ്റ്റണ്ട് സീൻ, ആ ലോറിയൊക്കെ പാർക്ക് ചെയ്ത സ്ഥലവും സ്റ്റണ്ട് സീനൊക്കെ നടക്കുന്ന ഏരിയ ആണ് ഈ കാണുന്നത്. അന്ന് ലൂസിഫർ സിനിമയിലെ ഒരു ഗോഡൗൺ ആയിട്ട് കാണിക്കുന്നത് ഈ കൊട്ടാരം ആണ്. പിന്നെ ഒരുപാട് പഴക്കം ചേർന്ന മരങ്ങളാണ് ഈ കാണുന്നത്. അപ്പൊ ഈ കൊട്ടാരത്തിന് 2 വഴികളുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് വന്നത്. ഇത് അടുത്ത് വേറൊരു വഴിയാണ്. നമുക്ക് ഈ വഴി ഒന്ന് യാത്ര ചെയ്യാം. ഈ വഴിയുടെ അവസ്ഥയും അതുപോലെയൊക്കെ തന്നെയാണ്. കാട് കയറി കിടക്കുവാണ് ചുറ്റും. പിന്നെ ടൂറിസ്റ്റുകൾ ഡെയിലി പോയി വരുന്നത് കൊണ്ട് വഴി മാത്രം തെളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ കൊട്ടാരത്തിൽ ഒരു കൽക്കുളവും കൂടി ഉണ്ടെന്ന് കേട്ടിരുന്നു. അപ്പൊ ഞങ്ങൾ കൽക്കുളം അന്വേഷിച്ച് ചെന്നപ്പോൾ അതൊരു കാടിന്റെ ഉള്ളിലായിട്ടാണ് ഈ കൽക്കുളം. അതിലേക്ക് വലിയ വഴികളായിട്ടൊന്നുമില്ല, ചെറിയൊരു നടവഴിയുണ്ട്. അത് നമ്മളെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടുകയോ ഇല്ലാത്ത ഒരു വഴിയാണ്. ഈ കുളം മൊത്തം കുളമായിട്ട് കിടക്കുവാണെന്ന് നമുക്ക് പറയാം. കാരണം ഫുള്ള് കാട് കയറി കിടക്കുവാണ്. പിന്നെ കുളത്തിന്റെ അടുത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു പാലം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പാലം തകർന്ന് കിടക്കുവാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.